നമസ്കാരം. ബൈക്കിൽ സ്പ്രാക്ക് ക്ലച്ച് എങ്ങനെ മാറ്റാം എന്ന് നോക്കാം. ആദ്യം വണ്ടിയിലുള്ള എൻജിൻ ഓയിൽ മുഴുവനായും വൃത്തിയായി ഊറ്റിക്കളയുക. പിന്നീട് ശ്രദ്ധയോടെ ക്ലച്ച് കവർ അഴിച്ചുമാറ്റുക. അടുത്തതായി ക്ലച്ച് അസംബ്ലിയിലും സ്പ്രാക്ക് ക്ലച്ച് അസംബ്ലിയിലുമുള്ള ലോക്ക് നട്ട് നീക്കം ചെയ്യുക. അവസാനമായി ക്ലച്ച് പ്ലേറ്റും സ്പ്രാക്ക് ക്ലച്ചും ഒരേ സമയം പിടിച്ച് മെല്ലെ ആ സ്പ്ലൈൻ ഷാഫ്റ്റിൽ നിന്ന് പുറത്തെടുക്കുക. ഏറ്റവും പ്രധാനമായി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്പ്രാക്ക് ക്ലച്ചിനും ബെയറിങ്ങിനും ഇടയിൽ വാഷർ കൃത്യമായി ഘടിപ്പിക്കണം. സ്പ്രാക്ക് ക്ലച്ച് സൂപ്പർ. ആദ്യമായി ബോക്സിൽ നിന്ന് സ്പ്രാക്ക് ക്ലച്ച് എടുത്ത ഉടൻ അതിന്റെ ഫിറ്റ്മെന്റ് ശരിയാണോ എന്ന് ഒരിക്കൽ പരിശോധിക്കുക. നിങ്ങൾ റൈഡൻ സൂപ്പർ ടൈപ്പ് ക്ലച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ 2 വൺ-വേ നീഡിൽ ബെയറിങ്ങുകൾ ഉണ്ടാകും. സ്പ്രാക്ക് ക്ലച്ച് പ്രീമിയം. ഇനി റൈഡൻ പ്രീമിയം ടൈപ്പ് ആണെങ്കിൽ അതിൽ ഒരു ക്യാം റോളർ വൺ-വേ ബെയറിങ്ങും ഒരു നീഡിൽ ബെയറിങ്ങും ഉണ്ടാകും. ആദ്യം ക്ലച്ച് പ്ലേറ്റിൽ നിന്ന് വരുന്ന ഡ്യൂപ്ലെക്സ് ചെയിൻ എടുക്കുക. ഈ ചെയിനിനെ സ്പ്രാക്ക് ക്ലച്ചിലുള്ള ഡ്യൂപ്ലെക്സ് ബ്രാക്കറ്റുമായി ബന്ധിപ്പിച്ച് രണ്ടും ഒരേ സമയം പിടിച്ചുകൊള്ളുക. ഇനി ഇവ രണ്ടും അതുപോലെ മെല്ലെ സെന്റർ ഷാഫ്റ്റിൽ ഘടിപ്പിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നേരിട്ട് ഉള്ളിലേക്ക് തള്ളിയാൽ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അതിനാൽ ഷാഫ്റ്റിൽ ഘടിപ്പിക്കുമ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെറുതായി ഇടത്തോട്ടും വലത്തോട്ടും കറക്കിക്കൊണ്ട് തള്ളിയാൽ സ്പ്ലൈൻ ഷാഫ്റ്റിൽ കൃത്യമായി ഘടിപ്പിച്ച ശേഷം ലോക്ക് നട്ടിട്ട് മറക്കാതെ നന്നായി ടൈറ്റ് ചെയ്യുക. സ്പ്രാഗ് ക്ലച്ച് മാറ്റുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ക്ലച്ച് പ്ലേറ്റ് മാറ്റാതെ അല്ലെങ്കിൽ സ്പ്രാഗ് ഗിയർ തനിയെയും ഡ്യൂപ്ലെക്സ് ബ്രാക്കറ്റ് തനിയെയും ഘടിപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം ഇങ്ങനെ വെവ്വേറെ ഘടിപ്പിക്കാൻ ശ്രമിച്ചാൽ സ്പ്രാഗ് ഗിയറിലുള്ള ബെയറിങ്ങുകൾ കേടുവരാൻ സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, ഇത് നിങ്ങളുടെ ജോലി സമയം വെറുതെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശരിയായ രീതി പിന്തുടരുക. സ്പ്രാഗ് ക്ലച്ചിന്റെ ഈട് ഉറപ്പാക്കുക. നന്ദി.